നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് 18ലേക്ക്. എല്ലാ പ്രേക്ഷകരെയും രാവിലെയിലേക്ക് പുതിയൊരു വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പതിവ് പോലെ ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ്. നമുക്ക് കാലാവസ്ഥ ഒന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഇന്നും ശക്തമായ മഴ തന്നെയാണ്. അത് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. കണ്ണൂരും കാസർഗോഡും ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇരട്ട ന്യൂനമർദ്ദം ഉണ്ടായ ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ തിങ്കളാഴ്ചയോടുകൂടി കേരള തീരത്ത് ചുഴലിക്കാറ്റിനുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള വാർത്തകൾ നമുക്ക് വിശദമായി പരിശോധിക്കണം. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. PMശ്രീയിൽ കടുത്ത പ്രതിഷേധത്തിന് CPI. സർക്കാരിനെതിരെ പ്രതിഷേധവുമായി AISFും AIYFും. മുന്നണി മര്യാദ ലംഘനം ആവർത്തിച്ച് CPI മുഖപത്രം. അനുനയിപ്പിക്കാൻ CPM. ഉഭയകക്ഷി ചർച്ച നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇന്നും തെളിവെടുപ്പ്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ചോദ്യം ചെയ്തേക്കും. BJPയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നു. 3 ഗേറ്റുകൾ ഇന്ന് വളയും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം. തിങ്കളാഴ്ചയോടെ ചുഴലിക്കാറ്റിനും സാധ്യത. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇന്ന് 17 ഫൈനലുകൾ. 200 മീറ്റർ ഫൈനൽ പോരാട്ടം വൈകിട്ട്. ഓവറോൾ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. വ്യാഴാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച. വ്യാപാര തർക്കങ്ങൾക്കിടെയുള്ള ട്രംപിന്റെ സന്ദർശനം നിർണായകം. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. മാനം കാക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യം. മത്സരം സിഡ്നിയിൽ രാവിലെ 9:30. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം മഴ മുന്നറിയിപ്പ് എങ്ങനെയൊക്കെയാണ് എന്നൊന്ന് നോക്കാം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്നതാണ് അറിയിപ്പുള്ളത്. ഇന്ന് 2 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. MG മിഥുനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം. മിഥുൻ, ശക്തമായ മഴ തുടരുകയാണ്. ഇന്നത്തെ ഒരു മുന്നറിയിപ്പുകൾ അതെങ്ങനെയാണ്? ആര്യ, വളരെ വലിയ രീതിയിൽ സംസ്ഥാനമൊട്ടാകെ മഴയുടെ സാധ്യത തന്നെയാണ് പ്രവചിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ പുറപ്പെടുവിച്ചിട്ടുള്ള ഈ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് 2 ജില്ലകളിൽ മാത്രമാണ് പക്ഷേ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് വടക്കൻ ജില്ലയിൽ, കാസർഗോഡും കണ്ണൂർ ജില്ലയിലും മാത്രമാണ്. പക്ഷേ ഈ മഴ മുന്നറിയിപ്പിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത മഴ മുന്നറിയിപ്പ് 10 മണിയോടുകൂടിയാണ് പുറപ്പെടുവിക്കുന്നത്. ആ സമയത്ത് എന്തായാലും കൂടുതൽ ജില്ലകളിലേക്ക് കൂടുതൽ വലിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനം സ്വാഭാവികമായും വന്നേക്കാം. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, തിരുവനന്തപുരത്ത് പോലും കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ലാതെ തുടരുന്ന സാഹചര്യമാണ്. മലയോര മേഖലയിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ സമാനമായ രീതിയിൽ അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. മറ്റ് ജില്ലകളിലും സമാനമായ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴ മുന്നറിയിപ്പിൽ ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് കൂടി നോക്കുമ്പോൾ ഇത്തരത്തിൽ ബംഗാൾ ഉൾക്കടലിൽ പുതുതായി രൂപപ്പെട്ടിട്ടുള്ള ന്യൂനമർദ്ദമാണ് കേരളത്തിലെ മഴ സാഹചര്യത്തിൽ ഇത്തരത്തിൽ രൂക്ഷമാക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ന്യൂനമർദ്ദം നാളെയോടെ തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അത് കേരളത്തെ ഭീഷണിയായിട്ടുള്ളത് തന്നെയാണ്. ഇത്തരത്തിലൊരു ഈ ചുഴലിക്കാറ്റിന് മോന്ത എന്ന് തന്നെയാണ് പേര് നൽകിയിരിക്കുന്നത്. ആ മോന്ത ചുഴലിക്കാറ്റ് കേരളത്തെ കൂടി ബാധിക്കുമെന്നുള്ളൊരു ഭീഷണി കൂടി ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാളെയോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായ ശേഷം ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങളിൽ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥ. ചുഴലിക്കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ആശങ്ക ഉണ്ടാകും എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ. ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് മിഥുൻ നൽകിയിട്ടുള്ളത്?
അത്തരത്തിലുള്ളൊരു ആശങ്ക മാത്രമാണ് ഇപ്പോൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഏത് മേഖലയിലേക്കാണിത് വരിക എന്നുള്ള കാര്യത്തിലൊരു വ്യക്തമായ ചിത്രം ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ചുഴലിക്കാറ്റിന് തായ്ലൻഡ് നിർദ്ദേശിച്ച പേര് മോന്ത എന്നുള്ളതാണ്. എന്നാൽ ഇന്നും നാളെയും സംസ്ഥാനത്ത് പൊതുവെ മഴയുടെ ശക്തി കുറയാനുള്ള സാധ്യത കൂടി ഈ ഒരു ഘട്ടത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ പോകുന്ന ഈ ചുഴലിക്കാറ്റ് അത് ഏത് തരത്തിലാകാം ആഞ്ഞു വീശിയടിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം അത് നാളെ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും. അത് മധ്യകിഴക്കൻ അറബിക്കടലിനും ഒപ്പം തന്നെ അതിനോട് ചേർന്ന് കർണാടക വടക്കൻ കേരള തീരപ്രദേശങ്ങൾക്കും ആ ഭാഗങ്ങളിലേക്ക് ചക്രവാത ചുഴിയായി മാറി ഒരു അതിതീവ്ര ന്യൂനമർദ്ദമായി വന്നു ചേരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മറ്റൊന്ന് ബംഗാൾ ഉൾക്കടലിലുള്ള ന്യൂനമർദ്ദമാണ്. അതിൻ്റെ സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് വലിയ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി ഇന്നത് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനോടും ഒപ്പം തന്നെ അതിനോട് ചേർന്നുള്ള മധ്യ ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗത്ത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും ഉള്ള സാധ്യതയാണ് കാണുന്നത്. 27-ാം തീയതി, അതായത് തിങ്കളാഴ്ചയോടുകൂടിയാണ് ഈ ഒരു തീവ്ര ന്യൂനമർദ്ദമായി മാറി അതൊരു ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും നമുക്കറിയാം സംസ്ഥാനത്തുടനീളം വലിയ രീതിയിൽ മഴ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പ്രവചനം അനുസരിച്ച് 2 ജില്ലകൾ മാത്രമാണ്. തെക്കൻ ജില്ലകളിൽ യാതൊരുവിധ അലർട്ടുകളുമില്ല. മധ്യ കേരളത്തിൽ യാതൊരുവിധ അലർട്ടുകളുമില്ല. വടക്കൻ ജില്ലകളിൽ, അതായത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ പക്ഷേ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സാധ്യത നിലനിൽക്കുന്നത്. പക്ഷേ അത് വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ഈ ഒരു അലർട്ടിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തന്നെയുണ്ട്. മറ്റ് ജില്ലകളിലും തെക്കൻ ജില്ലകളിലും ഒക്കെ അതിശക്തമായ മഴയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടങ്ങൾ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചതുപോലെ തന്നെ മത്സ്യബന്ധനത്തിനൊക്കെ ഒരു കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 27-ാം തീയതി, അതായത് തിങ്കളാഴ്ച വരെ കർശനമായി മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. അതിശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ആഞ്ഞു വീശാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ കടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മലയോര മേഖലകളിൽ, അല്ലെങ്കിൽ ഇടുക്കി, കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ, ഒപ്പം തന്നെ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരൊക്കെ രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും, അതായത് അടിയന്തര സാഹചര്യം ഉണ്ട് എങ്കിൽ മാത്രം ഇത്തരത്തിൽ രാത്രി യാത്ര നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിൽ രാത്രിയിൽ യാത്ര നടത്താൻ പാടില്ല. ഒരു പരിധി വരെയെങ്കിലും അത് ഒഴിവാക്കാൻ നിർബന്ധരാകണം എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയായതിനാൽ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട്. പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ പുനലൂരടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മണ്ണിടിയുകയും ഒപ്പം തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങൾ പിന്നീട് ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റ് നടത്തി പരിശോധനയൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തൊരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ അടിയന്തരമായി മാറ്റി താമസിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം അവർ തന്നെ മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഇത് പല ജില്ലകളിലും പല മേഖലകളിലും, മലയോര മേഖലയിലാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നദികളിൽ വെള്ളം ക്രമാതീതമായി ഉയരുന്ന ഒരു പശ്ചാത്തലം, ആ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ അല്ലെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ അത് സജ്ജമാക്കണമെന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഇത് ചെയ്യാറുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥന കൂടി ഇത്തരത്തിൽ ഈ ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. ഇടയ്ക്ക് ചെറിയ രീതിയിൽ മഴ തോരുന്നുണ്ട് എങ്കിൽ പോലും തന്നെ വീണ്ടും അതിശക്തമായ രീതിയിൽ അത് നഗരപ്രദേശങ്ങളിലാകട്ടെ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലാകട്ടെ എല്ലാം അതേ രീതിയിൽ തന്നെ മഴ തുടരുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ അലേർട്ട് ചെറിയ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയാണ് ഈ ഒരു ഘട്ടത്തിലുള്ളത്. ആര്യ.
തീർച്ചയായും ജി മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലത്തെ ഒരു കാലാവസ്ഥയുടെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഈ അലേർട്ടുകൾ നിലവിലിപ്പോൾ കണ്ണൂരും കാസർഗോഡും മാത്രമാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത്. മറ്റ് ജില്ലകളിലൊന്നും മറ്റ് അലേർട്ടുകളൊന്നും നൽകിയിട്ടില്ല. പക്ഷേ 10 മണിയോടുകൂടി പുതിയ അലേർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ കൂടി അലേർട്ടുകൾ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. തോരാതെ മഴ ഇങ്ങനെ തിരുവനന്തപുരത്ത് അടക്കം പെയ്യുന്ന സാഹചര്യമുണ്ട്. തെക്കൻ കേരളത്തിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടെയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തുക. ഉദ്യോഗസ്ഥരുടെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കെതിരെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കും. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ ഉൾപ്പെടെ എത്തിച്ച് വൈകാതെ തെളിവെടുപ്പ് നടത്തിയേക്കും എന്നാണ് സൂചന. അതേസമയം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് BJP സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ അത് തുടരുകയാണ്. സ്വർണ്ണ മോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന സംസ്ഥാന നേതാക്കളും ഉപരോധ സമരത്തിന്റെ ഭാഗമാണ്. കനത്ത മഴയും നനഞ്ഞാണ് നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അതിന്റെ ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരവും രാത്രി വൈകിയുമൊക്കെ മുതിർന്ന എല്ലാ നേതാക്കളും ഈ ഉപരോധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ഉള്ളത് നമ്മൾ കണ്ടതാണ്. ഇന്നും ആ ധർണ തുടരും എന്നതാണ് സാഹചര്യം. PM-ശ്രീയെ ചൊല്ലിയാണല്ലോ ഇപ്പോൾ LDF-ൽ വലിയ വിവാദവും ഭിന്നതയും ഒക്കെ പുകയുന്നത്. അപ്പോൾ ഈ CPI ഭിന്നത രൂക്ഷമായതോടെ CPI അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി CPM മുന്നോട്ട് പോകുന്നു എന്നതാണ്. CPI-യുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ബംഗാളിൽ കണ്ട പ്രവണതകൾ കേരളത്തിലെ CPM-ലും കാണുന്നുവെന്നാണ് CPI ദേശീയ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കാൻ CPI സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് CPM നേതൃത്വം ഉള്ളത്. VR കാർത്തിക് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. കാർത്തിക്, നമുക്കറിയാം കടുത്ത എതിർപ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-നുള്ളത് എന്നുള്ളത് പരസ്യമായ അടക്കം അവരത് രേഖപ്പെടുത്തിയതുമാണ്. ഇന്നലെ തിരക്കിട്ട ചർച്ചകളൊക്കെ CPI-യും CPM-ഉം ഒക്കെ നടത്തുന്നത് കണ്ടതാണ്. CPI പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ പോയാൽ ഒരുപക്ഷെ ബംഗാൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അന്നും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്, പക്ഷേ നിങ്ങളത് ചെവിക്കൊണ്ടില്ല എന്നുള്ളത്. അത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ പോലും വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി CPI-യെ അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് CPM എത്തിയിരിക്കുന്നു എന്നതാണോ? തീർച്ചയായും ആര്യ, ഈ ഘട്ടത്തിൽ അത് അനിവാര്യമാണ്. PM-ശ്രീ പദ്ധതിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ ഉടലെടുത്ത പ്രതിസന്ധി ചെറുതല്ല. CPM വലിയ തോതിൽ പ്രതിരോധത്തിലാണ്. അസ്വാഭാവികമായ ഒരു പ്രതിഷേധമാണ് CPI ഉയർത്തുന്നത്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ CPM-നെതിരെ പരസ്യമായ പ്രതികരണവുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അതിൽ ഏറ്റവും ഗുരുതരം അസ്വാഭാവികമായ തിടുക്കം ഈ PM-ശ്രീ പദ്ധതി ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നതാണ്. സ്വാഭാവികമായും BJP-യാണ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം ആദ്യമായി CPM-നെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത്. അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വിമർശനം വളരെ ഗൗരവത്തോടെ CPM-നെ കണ്ടേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കം എത്രയും പെട്ടെന്ന് വേണം. കാരണം 29-നാണ് അടുത്ത മന്ത്രിസഭാ യോഗം. നേരത്തെ ഒരു ഘട്ടത്തിൽ കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യമടക്കം ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യം ഇനി ഉണ്ടാവരുത് എന്നൊരു നിലപാട് CPM-നുണ്ട്. അതുകൊണ്ട് തന്നെ അനുനയ നീക്കങ്ങൾ സജീവമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം CPM ദേശീയ സെക്രട്ടറി MA ബേബിയുമായി D രാജ ഇന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. MA ബേബി ചെന്നൈയിലാണുള്ളത്. അദ്ദേഹം ഡൽഹിയിലെത്തിയാൽ D രാജ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിക്കും. നേരത്തെ ദേശീയ നേതൃത്വം CPI-യുടെ ദേശീയ നേതൃത്വം ഇത് സംബന്ധിച്ച കത്ത് നൽകിയിരുന്നു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് മുന്നണി മര്യാദകൾ പാലിക്കാതെയും അതോടൊപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ ചർച്ചകളിൽ വരാതെയും ഇത്തരത്തിലൊരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്ന വിമർശനമാണ് അതിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് എന്താണ് എന്ന് അറിയാനാണ് CPI-യുടെ ആദ്യഘട്ടത്തിലെ ശ്രമം. ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലിന് ശേഷം
ആയിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുക. ഇന്ന് CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് ദില്ലിയിൽ ചേരുന്നുണ്ട്. ഈ ദേശീയ എക്സിക്യൂട്ടീവിലും സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരും. കടുത്ത ഭാഷയിൽ തന്നെ പ്രതിഷേധം പരസ്യമാക്കാനാണ് CPIയുടെ നിലവിലെ തീരുമാനം. 27 വരെയാണ് CPI LDFിന് സമയം നൽകിയിരിക്കുന്നത്. ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം LDF കൺവീനർ TP രാമകൃഷ്ണനുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളിലൊന്നും തന്നെ ഒരു അനുനയ ശ്രമങ്ങൾ രൂപപ്പെട്ടില്ല. സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ തന്നെയാകും ഇതിൽ നിർണായകമാവുക. മുഖ്യമന്ത്രി CPI നേതാക്കളെ ഒരുപക്ഷെ കാണും. അദ്ദേഹം നേരിട്ട് ചർച്ചകൾ നടത്തും. ഇതിന് ഇടയാക്കിയ, അതായത് PM3 പദ്ധതിയിൽ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ഇടയാക്കിയ സാഹചര്യം വിശദീകരിക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമായും CPI ഉന്നയിക്കുന്ന കാര്യം ഈ മാസം 30-ന് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു. 16-ന് ധാരണാപത്രം തയ്യാറാകുന്നു, തുടർന്ന് ഒപ്പിടുന്നു. ഇതിൽ അസ്വാഭാവികമായ തിടുക്കം എന്തിനായിരുന്നു എന്നതിൽ കൃത്യമായ ഒരു മറുപടി CPM-ന് വിശദീകരിക്കേണ്ടി വരും. ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും CPM-ന്റെ മറുപടി. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധ്യമല്ല. ധാരണാപത്രവുമായി മുന്നോട്ട് തന്നെ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ ഒരു അനുനയ ശ്രമം മാത്രമാണ് പോംവഴി. CPI നേതാക്കളുമായി ഒരു ഉഭയകക്ഷി ചർച്ച നടത്തും. 27-ന് മുമ്പ് തന്നെ ഈ ചർച്ചകൾ പൂർത്തിയാക്കാനാണ് ശ്രമം. ഈ ചർച്ചകളിൽ സ്വാഭാവികമായും ഇനി നിർണായകമായ തീരുമാനങ്ങൾ വരേണ്ടത്, ഒന്ന് ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെന്തായിരിക്കും, MA ബേബിക്ക് ഇക്കാര്യത്തിൽ നൽകാനുള്ള വിശദീകരണം എന്തായിരിക്കും, അതോടൊപ്പം തന്നെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരുന്നതിന് മുൻപ് CPI നേതാക്കളുമായി നടത്തുന്ന അനുനയ ചർച്ചകൾ, അതായത് ഉഭയകക്ഷി ചർച്ചകളിൽ എന്ത് നിലപാടായിരിക്കും CPM സ്വീകരിക്കുക, CPM നൽകുന്ന വിശദീകരണം എന്താകും, ആ വിശദീകരണത്തിൽ CPI തൃപ്തരാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളായിരിക്കും നിർണായകമാകുക. എന്തായാലും വരും ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ASF-ന്റെയും AOF-ന്റെയും തീരുമാനം. ഈ വിഷയത്തിൽ CPM-നെ ആദ്യം അഭിനന്ദിച്ചെത്തിയത് BJP ആണ്. തുടർന്ന് ABVP-യുടെ വിദ്യാർത്ഥി നേതാക്കളടക്കം വിദ്യാഭ്യാസ മന്ത്രിക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ നടത്തി. ഇത് CPI-യെ ഒരു പടി കൂടി ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ CPI-യുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തും. എന്തായാലും ചർച്ചകളിലൂടെ രമ്യമായ ഒരു പ്രശ്ന പരിഹാരത്തിനുള്ള സജീവ ശ്രമങ്ങൾ CPM ആരംഭിച്ചിരിക്കുന്നു. അതിൽ ഉഭയകക്ഷി ചർച്ചയാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് ദേശീയ നേതാക്കളുടെ ഇടപെടൽ. ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ എന്ത് വിശദീകരണം നൽകും എന്ന് കാത്തിരിക്കുകയാണ് CPI ഇപ്പോൾ. യെസ്, VR കാർത്തിക്കാണ് സമഗ്രമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഈ PM3യുമായി ബന്ധപ്പെട്ട CPIയുടെ കടുത്ത എതിർപ്പ് തുടരുമ്പോൾ എന്താണ് ശരിക്കും CPM-നെതിരെ CPI ഉന്നയിക്കുന്ന വിമർശനങ്ങൾ? എന്താണ് CPIയുടെ നയം, നിലപാട് ഈ വിഷയത്തിൽ? സമഗ്രമായി നമുക്ക് പരിശോധിക്കാം. കിരൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. പ്രതിഷേധ വഴങ്ങൽ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ചുരുക്കം ഇതാണെന്ന് വേണം കരുതാൻ. CPI എന്ന പാർട്ടിയെ പൂർണ്ണമായും അവഗണിച്ച് ഇരുട്ടിൽ നിർത്തി PM3 പദ്ധതിയിൽ CPM ഒപ്പിട്ടപ്പോൾ, സർക്കാർ ഒപ്പിട്ടപ്പോൾ CPI മന്ത്രിമാരടക്കം അത് അറിഞ്ഞിട്ടില്ല, മുന്നണിയിൽ അത് ചർച്ച ചെയ്തിട്ടില്ല. ഇതേ തുടർന്നാണ് CPI ബന്ധം വഷളാവുകയും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന ശേഷം CPI സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്തത്. അവിടെ തേങ്ങ ഉടയ്ക്കു സ്വാമി എന്ന മട്ടിൽ പലരും പലതും പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും CPIയിൽ നിന്ന് ലേശമെങ്കിലും കടുത്ത നിലപാട് പ്രതീക്ഷിച്ചവരുമുണ്ട്. പക്ഷേ CPIക്ക് അത്തരമൊരു നിലപാട് പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. CPM ഉറച്ചു തന്നെ ഈ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു, ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന്. എന്നാൽ CPIക്ക് മുന്നണി വിടുന്ന അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കോ മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്കോ തൽക്കാലം പോകാൻ കഴിയാത്ത രാഷ്ട്രീയ കാലാവസ്ഥയുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് വഴി? ഒറ്റ വഴി മാത്രമാണ് CPIക്ക് മുന്നിലുള്ളത്. PM3 പദ്ധതിയിൽ ഒപ്പിട്ടാലും NEP നടപ്പാക്കില്ല, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് CPM നൽകുക. അങ്ങനെ ഒരു ഉറപ്പ് നൽകുകയാണെങ്കിൽ തൽക്കാലം ഈ എതിർപ്പിൽ നിന്ന്, പ്രതിഷേധം നിലനിർത്തിക്കൊണ്ട് തന്നെ പിന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ആകെ ബിനോയ് വിശ്വത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വിലയിരുത്താൻ കഴിയുന്ന പ്രധാനപ്പെട്ട തീരുമാനം. എന്തായാലും കടുത്ത തീരുമാനത്തിലേക്ക് പോകില്ല എന്നത് തന്നെയാണ്. 27-ന് ഇനി ഒരു പ്രത്യേക സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗമൊക്കെ ചേർന്ന് അന്ന് തീരുമാനം പറയാം എന്നൊക്കെ പറയുമ്പോഴും അവിടെയും ഒരു കടുത്ത തീരുമാനത്തിന് നിലവിൽ സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ആ പാർട്ടിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ കടുത്ത നിലപാടിലേക്ക് മാറുകയും സംസ്ഥാന നേതൃത്വത്തിനടക്കം അതിനനുസരിച്ച് ചിന്തിക്കുകയും ഒക്കെ വേണം. NEP നടപ്പാക്കില്ല എന്ന ഉറപ്പ് പറയുമ്പോൾ തന്നെ മറ്റൊന്നുകൂടി ചോദ്യമുണ്ട്. NEP നടപ്പാക്കില്ല എന്നൊരു ഉറപ്പ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ നൽകുന്നില്ല. അവർ പറയുന്നത് നയം വേറെ,
ഫണ്ട് വേറെ എന്ന നയം തന്നെയാണ്. തൻ്റെ നിലപാട് മാറ്റിയെന്ന് കൂടി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം NEP നടപ്പാക്കിയാൽ അല്ലെങ്കിൽ NEPയെ ആത്യന്തികമായി എപ്പോഴും എതിർക്കേണ്ടതില്ല എന്നതുകൂടി ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി NEP നടപ്പാക്കില്ല എന്നൊരു വാചകം പറഞ്ഞാൽ പോലും അത്തരം ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഇതിനി ഉണ്ടാവില്ല എന്ന ഉറപ്പ് CPIക്ക് ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഇനി തീരുമാനമെടുക്കേണ്ടത് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ്. പക്ഷേ ഇപ്പോഴും പറയുന്നു, ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അങ്ങനെ ഒരു ഉറപ്പ് സർക്കാരിന് ലഭിച്ചാൽ തൽക്കാലം ഇതുമായി മുന്നോട്ട് പോകാം എന്ന നിലപാടിലേക്ക് CPI മാറാനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലുള്ളത്. RSSന്റെ അജണ്ടയാണ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് ആവർത്തിച്ച് പറയുന്ന രണ്ട് പാർട്ടികളാണ് CPM ആയാലും CPI ആയാലും. ദേശീയ തലത്തിലടക്കം ആ രണ്ട് പാർട്ടികളുടെയും നിലപാടും അതുതന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ചേർക്കാൻ സംസ്ഥാന സർക്കാരിനോ കഴിയില്ല എന്നൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേ അപ്പോഴും എന്തിനു വേണ്ടിയാണ് NEPയോടുള്ള എതിർപ്പ് വിദ്യാഭ്യാസ മന്ത്രി മയപ്പെടുത്തിയത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. CPIയെ സംബന്ധിച്ച് അപമാനത്തിൻ്റെ വഴി മറ്റൊന്നുകൂടിയാണ്. CPI ഈ മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയാണ്. ആ രണ്ടാമത്തെ വലിയ പാർട്ടിയുടെ മന്ത്രിമാർ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഈ കരാർ ഒപ്പിടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ബുധനാഴ്ചയാണ്, വ്യാഴാഴ്ച കരാർ ഒപ്പിടുന്നെങ്കിൽ ബുധനാഴ്ചയാണ് ഈ മന്ത്രിസഭാ യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഞങ്ങൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തായുള്ളൊരു അറിയിപ്പ് എവിടെയും ഉണ്ടാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇവിടെ നിന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ ഡൽഹിക്ക് പോയി കഴിഞ്ഞു. ആ തീരുമാനം അവിടെ അറിയിക്കുന്നില്ല. CPIയെ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തത്. ഇതേ തുടർന്നാണ് ഇതിനുള്ളൊരു പ്രതിഷേധം എന്ന നിലയ്ക്കൊക്കെയാണ് ഈ ഒപ്പിടൽ തീരുമാനം ഇടതുപക്ഷത്തിൻ്റെ വഴിയല്ല, ഇതിൽ അസ്വാഭാവികതയുണ്ട്, മുന്നണി മര്യാദകളുടെ ലംഘനമാണ് എന്നൊക്കെ കടുത്ത ഭാഷയിൽ തന്നെ ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുന്നത്. അപ്പോഴും ബിനോയ് വിശ്വം പറയുന്നത് ഈ അസ്വാഭാവികതയുണ്ട്, മുന്നണി മര്യാദയുടെ ലംഘനമുണ്ട്, കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് എന്നുള്ള ചോദ്യത്തിന് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ട ഈ വിഷയം, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട ഈ വിഷയം നയപരമായ വിഷയമല്ലേ ഇത്, ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന ഒരു ഒഴുക്കൻ മട്ടിലുള്ള വിശദീകരണമാണ് ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം ഒരു ധാരണയിലേക്കാണ് CPI നീങ്ങുന്നത് എന്നതിനെക്കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന ഒരു നീക്കം തന്നെയാണ്. പക്ഷേ ഈ CPI ഓർക്കേണ്ട മറ്റൊരു വിഷയം കൂടിയുണ്ട്. മുൻകാലങ്ങളിലൊക്കെ CPMന് മേൽ CPM എടുത്ത പല തീരുമാനങ്ങളും മാറ്റിമറിച്ചിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് CPI. അതോടൊപ്പം തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർത്തി ഒടുവിൽ വഴങ്ങിയിട്ടുള്ള പാർട്ടി കൂടിയാണ് CPI എന്ന് ഓർക്കണം. 2017 അന്ന് തോമസ് ചാണ്ടിക്കെതിരെ കായൽ കയ്യേറ്റ വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അന്ന് തോമസ് ചാണ്ടി രാജിവെക്കാൻ തയ്യാറായില്ല. തോമസ് ചാണ്ടിക്ക് CPM നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അന്ന് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തോമസ് ചാണ്ടിക്ക് രാജിവെക്കേണ്ട അല്ലെങ്കിൽ തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് CPMന് അല്ലെങ്കിൽ ആ മന്ത്രിസഭയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ എത്തിക്കാൻ CPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് ADGP അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ വന്നപ്പോൾ RSS നേതാവ് ഹൊസബിളയുമായി ചർച്ച നടത്തിയടക്കം വിഷയം വന്നപ്പോൾ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനടക്കം CPIയുടെ സമ്മർദ്ദത്തിന് കഴിഞ്ഞിട്ടുണ്ട്. CPI VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തൊക്കെ CPI പല തീരുമാനങ്ങളും നിർണായക തീരുമാനങ്ങളിലൊക്കെ CPIയുടെ ശക്തമായ നിലപാട് വരികയും ആ കാര്യത്തിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വഴക്കം ആണെന്ന് പറയുമ്പോഴും മറ്റൊരു ചെറിയ ആരോപണം കൂടി, ചെറുതല്ല വലിയ ഒരു ആരോപണത്തിൻ്റെ ലാഞ്ചനയുള്ള ചില ശബ്ദങ്ങൾ കൂടി ബിനോയ് വിശ്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഈ കരാർ ഒപ്പിട്ടപ്പോൾ ആദ്യം അതിനെ അംഗീകരിച്ചത് BJP ആണ്, പിന്നീട് അംഗീകരിച്ചത് ABVP ആണ്. BJPയും ABVPയും ഒക്കെ ഇതിനെ അംഗീകരിക്കുന്നെങ്കിൽ സ്വാഭാവികമായും ഇതിൽ അപകടമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. ഹിറ്റ്ലറുടെ വഴിയാണ് RSS തിരഞ്ഞെടുക്കുന്നത്, ക്യാച്ച് ദി യങ് എന്ന വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഒരു ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ കടത്തിവിടുക എന്നുള്ള അജണ്ടയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയും വിമർശനം പറയുമ്പോഴും എങ്ങനെയാണ് ഈ തീരുമാനത്തിൽ നിന്ന് പുറത്തു കടക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിച്ചാൽ എന്നിട്ടും CPM കേട്ടില്ലെങ്കിൽ എന്തു ചെയ്യും എന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. 2 തെരഞ്ഞെടുപ്പ് മുന്നിൽ വരാൻ പോവുകയാണ്. ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അത് തൊട്ട് അടുത്ത് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരേണ്ടി വരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം CPIക്ക് മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. UDFിലേക്ക് പോകാനോ അല്ലെങ്കിൽ UDF ഇതിനെ തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിസഭകളെല്ലാം തന്നെ കർണാടക അടക്കമുള്ള എല്ലാ മന്ത്രിസഭകളും ഈ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിച്ചവരാണ്. അപ്പോൾ ഇവിടെ നിന്ന്
പെട്ടെന്ന് എങ്ങനെ ഇതിനെ പരമാവധി സമ്മർദ്ദം ചെലുത്തി തിരുത്താം, അങ്ങനെ തിരുത്താൻ കഴിയില്ല എന്നുള്ള വളരെ കൃത്യമായ വാചകം തന്നെയാണ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനായാലും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയായാലും LDF കൺവീനർ TP രാമകൃഷ്ണൻ മാത്രമാണ് അല്പം മയത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മറ്റു രണ്ടുപേരുടെയും വാചകങ്ങളിൽ വളരെ വ്യക്തമായിരുന്നു ഈ ഫണ്ട് ഞങ്ങൾ വേണ്ടെന്ന് വെക്കില്ല, ഈ ഫണ്ട് വാങ്ങിയേ മതിയാവൂ എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിൽ ഒരു നയം മാറ്റം എന്നുള്ള സൂചനയല്ല അവർ നൽകുന്നത് എങ്കിൽ പോലും ഇനിയും CPIയുമായി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ചർച്ച ഇനിയും ആകാമല്ലോ എന്നുള്ള, അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന കുട്ടിയെ ഇവിടെ ഇനിയും നിങ്ങൾക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ അവർ ഒപ്പിട്ട ശേഷം ഇനി എന്താണ് ചർച്ച എന്നുള്ള ലോജിക്കലായ ക്വസ്റ്റ്യനൊന്നും അവിടെയും ഉത്തരം വരുന്നില്ല. അപ്പോൾ CPI കൂടി കണ്ടെത്തിയ ഒരു രക്ഷാമാർഗം കൂടി ആവണം ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ ആ നിലപാട് മാറുമോ എന്നറിയാൻ 27-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. 27-ാം തീയതി സംസ്ഥാന എക്സിക്യൂട്ടീവിൽ CPIയിൽ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ CPI അല്ലെങ്കിൽ ഈ കാലങ്ങളിലൊക്കെ കണ്ടതുപോലെ CPI കമ്മിറ്റികൾക്കുള്ളിലൊക്കെ വലിയ എതിർപ്പ് ഉയരുന്ന പാർട്ടിയാണ്. അത്തരമൊരു എതിർപ്പ് ഉയർന്ന ഘട്ടത്തിൽ മാത്രമേ കടുത്ത ഒരു നിലപാടിലേക്ക് ഈ പാർട്ടി പോകാൻ സാധ്യതയുള്ളൂ എന്ന് മാത്രമേ ഇപ്പോൾ നമുക്ക് വിലയിരുത്താൻ കഴിയൂ. എന്തായാലും ഏതോ ഒരു തരത്തിൽ ഒരു ധാരണ CPMഉം CPIയും തമ്മിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വ്യക്തമായ സൂചനകൾ തന്നെ നൽകുന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ വാർത്താ സമ്മേളനം. കിരൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് എത്താം. വെൽക്കം ബാക്ക്. ഇനി നമ്മൾ പോകുന്നത് ബീഹാറിലേക്കാണ്. ബീഹാറിൽ തീപാറും പോരാട്ടം. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചൂടേറുകയാണ്. മുതിർന്ന നേതാക്കളെ പ്രചാരണത്തിനായി മുന്നണികൾ സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ശക്തമാകും. രാഹുൽ ഗാന്ധിയെ അവഗണിക്കുന്നുവെന്ന് BJP ആരോപണം ഉയർത്തവേ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപേ തേജസ്വി യാദവിനെയും രാഹുൽ ഗാന്ധിയെയും ഒരുമിച്ച് അണിനിരത്തിയുള്ള വലിയ റാലി നടത്താനും മഹാസഖ്യം ആലോചിക്കുന്നുണ്ട്. MG മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ NDAക്ക് വേണ്ടി പ്രചാരണ കളത്തിലേക്ക് ഇറങ്ങിയത് നമ്മൾ കണ്ടു. ഇനി മഹാസഖ്യത്തിന്റെ പ്ലാനുകൾ എങ്ങനെയാണ്? പ്രചാരണം ഇരുവിഭാഗത്തിന്റെയും അതെങ്ങനെ മുന്നോട്ട് പോകുന്നു? കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് കൂടുതൽ പ്രചാരണം ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് മഹാസഖ്യം കടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെത്തി ആദ്യഘട്ട പ്രചരണത്തിന് NDAയുടെ പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അത് വലിയൊരു ഗംഭീര പരിപാടിയാക്കി മാറ്റാൻ NDA സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ JDUവിനുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു ആവശ്യം നേരത്തെ തന്നെ ഇത്തരത്തിൽ നിതീഷ് കുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. പക്ഷേ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്ന് നിലപാടെടുത്തതുപോലെ തന്നെ അന്ന് അമിത്ഷയും സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതിനുശേഷം മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താമെന്നായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്ന് പ്രഖ്യാപിച്ചതെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഒരു മറുപടിയും കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്ത് NDA അധികാരത്തിലെത്തും എന്നുള്ള ഒരു വാഗ്ദാനം മാത്രം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനം മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള മഹാറാലിക്ക് ശേഷം മഹാസംഗമത്തിൽ പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ JDU ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു പക്ഷേ നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, BJP കഴിഞ്ഞ കുറച്ച് നാളുകളായി, അതായത് വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയും തേജസ്വിയും ഒരുമിച്ച് യാത്ര നടത്തി. പക്ഷേ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ, അതിൻ്റെ പ്രചരണം ആരംഭിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രചരണം BJP ക്യാമ്പിൻ്റെ ഭാഗത്തുനിന്നുമുണ്ട്. അത് മറികടക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയും തേജസ്വിയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു മഹാറാലി സംഘടിപ്പിക്കാനൊരു നീക്കത്തിലേക്ക് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അത് 27 ശേഷം അവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഛത് പൂജ. അതിനുശേഷം മാനിഫെസ്റ്റോ പുറത്തിറക്കും. 28-നാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പുറത്തിറക്കുക. ഛത് പൂജ ദിവസം പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള നേതാക്കൾ പ്രചരണത്തിനായി ബീഹാറിലേക്ക് എത്തുകയും ചെയ്യും. തേജസ്വി യാദവിനൊപ്പം റാലികളിൽ പങ്കെടുക്കും. മറ്റ് കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും ഇവർ സജീവമായി തന്നെ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നത്. മറ്റൊന്ന്,
28-നാണ് ഈ ഒരു മാനിഫെസ്റ്റോ കോൺഗ്രസ് ഇത്തരത്തിൽ മഹാസഖ്യം പുറത്തിറക്കുക. അതിൽ യുവതലമുറയുടെ പലായനം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള അവസാനിപ്പിക്കാൻ അതിനുവേണ്ടി മതിയായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒപ്പം തന്നെ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിനെ ഉടച്ചുവാർക്കും. മറ്റൊന്ന്, തീവ്ര പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമൂഹ്യനീതി ഉറപ്പാക്കും. ദളിത് പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ കർശന നടപടിയെടുക്കും തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങളായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. NDAയുടെ ഭാഗത്തുനിന്നും സമാനമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. 500 രൂപയ്ക്ക് LPG സിലിണ്ടർ അടക്കം നൽകുമെന്നുള്ള പ്രഖ്യാപനം ഇന്ത്യ ക്യാമ്പ് നടത്തുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ വലിയ വാഗ്ദാനങ്ങൾ നൽകി തെരഞ്ഞെടുപ്പിൽ പിന്നോക്ക വിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ ഒരു വിജയം കൈപ്പിടിയിലൊതുക്കാനാകുമെന്ന് തന്നെയാണ് മഹാസഖ്യം കരുതുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ CPM-ന്റെ പ്രചരണവും CPM അതായത് ഇടത് പാർട്ടികളുടെ പ്രചരണവും വലിയ രീതിയിൽ ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഇവർ പ്രചരണ രംഗത്തേക്ക് സജീവമായി ഇറങ്ങിയിരുന്നു. ഇവർ ആദ്യം ഈ ഒരു മഹാസഖ്യത്തിൽ കോൺഗ്രസും RJD-യും തമ്മിലുള്ള തർക്കം, ഒപ്പം തന്നെ VIP-യും തമ്മിലുള്ള തർക്കമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അവരുടെ സിറ്റിംഗ് സീറ്റായ മണ്ഡലങ്ങളിൽ അതാത് സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പ്രചാരണം ശക്തമാക്കണമെന്ന നിർദ്ദേശം മഹാസഖ്യം നൽകുകയും ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CPM സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണ രംഗത്ത് സജീവമായി തന്നെ തുടരുകയാണ്. ഒപ്പം തന്നെ മറ്റൊന്ന്, ഈ VIP-യുടെ ഈ ഒരു കടന്നുവരവ്, അതായത് 2020-ൽ NDA ക്യാമ്പിലുണ്ടായിരുന്ന VIP ഇപ്പോൾ മുകേഷ് സഹാനിയുടെ നേതൃത്വത്തിൽ തിരികെ മഹാസഖ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് അത് തിരികെ മടങ്ങി മഹാസഖ്യത്തിൻ്റെ ക്യാമ്പിലേക്ക് എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഈ വോട്ടുകൾ ഭിന്നിച്ചു പോയിരുന്നു. ദലാൽ സമുദായത്തിലടക്കമുള്ള വോട്ടുകൾ, മല്ല സമുദായത്തിലടക്കമുള്ള വോട്ടുകൾ, ഒപ്പം തന്നെ നിഷാദ് സമുദായത്തിലെ വോട്ടുകൾ അടക്കം ഇത്തരത്തിൽ NDA ക്യാമ്പിലേക്ക് ചേക്കേറിയിരുന്നു. ഇവയൊക്കെ ഇത്തരത്തിൽ മുകേഷ് സഹാനിയുടെ കടന്നുവരവോടുകൂടി അവയൊക്കെ തിരികെ കൊണ്ടുവരാനാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഒരു ട്രംപ് കാർഡ് എന്ന രീതിയിൽ മുകേഷ് സഹാനിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത്, പ്രത്യേകിച്ച് 15 സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്ന ഒരു പാർട്ടി മുകേഷ് സഹാനി ഈ മത്സരരംഗത്തില്ല. എന്നിൽ പോലും തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കല്ലുകടികൾ അത് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമവായ ചർച്ചകളൊക്കെ പിന്നീട് ഫലം കാണുന്നത് നമ്മൾ കാണുകയും ചെയ്തു. ഒരുമിച്ച് മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ വരുന്ന മണ്ഡലങ്ങളിലൊക്കെ അത് RJD-ക്ക് വേണ്ടി അവർ വിട്ടുവീഴ്ച ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു. എന്തായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മഹാസഖ്യം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. അതിന്റെ ഭാഗമായി കൂടുതൽ നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട്, രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് ഒരു മഹാറാലി സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കവുമുണ്ട്. പ്രത്യേകിച്ച് 28-ന് ശേഷം ഈ മാനിഫെസ്റ്റോ പുറത്തിറക്കിയതിനു ശേഷമായിരിക്കാം ഒരു പക്ഷേ ഈ റാലിയൊക്കെ നടക്കുക എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ കൂടുതൽ പ്രചരണം ശക്തമാക്കാനുള്ള നടപടികളിലേക്ക് മഹാസഖ്യം കടക്കുന്നു. അതേസമയം NDA ക്യാമ്പിനെതിരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലേ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രചരണം ശക്തമാക്കാനുള്ള തീരുമാനവും മഹാസഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന പ്രദേശങ്ങളാണ് സമസ്തിപൂരും ബെഗുസാരയും. RJD-ക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് സമസ്തിപൂർ. അതേസമയം ബെഗുസാരയിലെ കാര്യം ഫലം എങ്ങനെയാകുമെന്നത് പ്രവചനാതീതവുമാണ്. മനു ഭട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബീഹാറിലെ 36% വോട്ടർമാർ സമസ്തിപൂരും ബേഗുസരായും ഉൾപ്പെടുന്ന പ്രദേശത്തുള്ളവരാണ്. 112 ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇവിടെയുള്ളത്. 10 നിയമസഭാ മണ്ഡലങ്ങളുള്ള സമസ്തിപൂർ BJP-യുടെ ശക്തി കേന്ദ്രമല്ല. പക്ഷേ സഖ്യകക്ഷിയായ JDU വളരെക്കാലമായി ജില്ലയിൽ പ്രബലരാണ്. 2010-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ മത്സരിച്ച 2 സീറ്റുകളിലും വിജയിച്ചു. 2015-ൽ JDU, RJD, കോൺഗ്രസ് എന്നിവ ഉൾപ്പെടുന്ന സഖ്യം 10 സീറ്റുകളും തൂത്തുവാരി. 2020-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സഖ്യങ്ങൾ മാറിമറിഞ്ഞു. BJP JDU-വുമായി കൈകോർത്തു. അവർ 10-ൽ 5 സീറ്റുകൾ നേടി. 4ഇടത്ത് RJD വിജയിച്ചു. അതേസമയം ബേഗുസരായിൽ വോട്ടർമാർ പലപ്പോഴും പല നിലപാടുകളാണ് സ്വീകരിച്ചത്. 2010-ലെ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 7 സീറ്റുകളിൽ 6 BJP JDU സഖ്യം നേടി. 2015-ൽ RJD, JDU, കോൺഗ്രസ് സഖ്യത്തിന്റെ ക്ലീൻ സ്വീപ്പ്. 2020-ലെ തെരഞ്ഞെടുപ്പിൽ JDU-വിന് 1 സീറ്റും നേടാനായില്ല. അതേസമയം BJP-യും RJD-യും 2 സീറ്റുകൾ വീതം നേടി. സമസ്തിപൂരിലെയും ബെഗുസരായിലെയും പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീവ്രശ്രമത്തിലാണ് മുന്നണികൾ. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ സമസ്തിപൂരും ബേഗുസരായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തതിന്റെയും കാരണം മറ്റൊന്നല്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം ചൂടുപിടിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദി സമസ്തിപൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDA പ്രചരണം അങ്ങനെ ശക്തമായി തുടരുകയാണ്. അതിൽ ഇന്ന് പ്രധാനമന്ത്രി പ്രധാനമായും ഉയർത്തിയത് സോഷ്യലിസ്റ്റ് ഐക്കൺ ജൻ നായക് കർപ്പൂരി താക്കൂറിൻ്റെ
പാരമ്പര്യമാണ്. ദൂത്പുര ഹെലിപാഡ് ഗ്രൗണ്ടിൽ നടന്ന ഒരു വലിയ പൊതു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർപ്പൂരി താക്കൂറിനെ രാജ്യത്തിൻ്റെ വിലമതിക്കാനാകാത്ത രത്നമായി പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ജന്മസ്ഥലമായ കർപ്പൂരി ഗ്രാമത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അവിടെ കുടുംബാംഗങ്ങളെ കാണുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട ആ സംഭവമൊക്കെ ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കർപ്പൂരി താക്കൂറിനെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് BJP തുടക്കം കുറിച്ചിട്ടുള്ളത്. കർപ്പൂരി താക്കൂർ 1970 ഡിസംബർ മുതൽ 1971 ജൂൺ വരെ, അതോടൊപ്പം 1977 ജൂൺ മുതൽ 79 ഏപ്രിൽ വരെയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി വ്യക്തിയാണ്. 2 തവണ മുഖ്യമന്ത്രിയായി അങ്ങനെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവ്, രാംവിലാസ് പാസ്വാൻ, ദേവേന്ദ്ര പ്രസാദ് യാദവ്, നിതീഷ് കുമാർ തുടങ്ങിയ പ്രമുഖരുടെയൊക്കെ ഒരു ഉപദേഷ്ടാവ്, വഴികാട്ടിയായിരുന്നു കർപ്പൂരി താക്കൂർ എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ ബീഹാറിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സോഷ്യലിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. 77 ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കർപ്പൂരി താക്കൂർ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. അത് സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ നീതി ഉറപ്പാക്കുക എന്നതിന് വേണ്ടിയായിരുന്നു. ആ ഒരു സമീപനത്തിൽ മാറ്റം വരുത്തുക എന്നതിന് വേണ്ടിയായിരുന്നു. അതൊരു വലിയ നാഴികക്കല്ലായ സംവരണ നയമായി മാറുകയും ചെയ്തു. അപ്പോൾ വിദ്യാഭ്യാസം, സർക്കാർ ജോലികൾ, പൊതുസേവനങ്ങൾ എന്നിവയിലേക്ക് ന്യായമായ പ്രവേശനം നേടാൻ ഈ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സമൂഹങ്ങളെ അദ്ദേഹം സഹായിച്ചു. അപ്പോൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗങ്ങളെ സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം വലിയ തോതിൽ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരി താക്കൂറിനെ ഇന്ന് BJP ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ഒരു പാരമ്പര്യം ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ നാളുകളിൽ ഉണ്ടാകും എന്നാണ് BJP വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസ് ശക്തമായ വിമർശനവുമായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരി താക്കൂറിൻ്റെ ആ നയം നമുക്ക് ഓർമ്മയുണ്ട്. അത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 12% സംവരണം നൽകുക എന്നതായിരുന്നു. അതിപിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അതോടൊപ്പം പിന്നെ 8% സീറ്റുകൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തു. അതോടൊപ്പം തന്നെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീകൾക്ക് 3% സംവരണം അദ്ദേഹം കൊണ്ടുവന്നു. ദുർബല വിഭാഗങ്ങൾക്ക് 3% സംവരണം കൊണ്ടുവന്നു. അങ്ങനെ കർപ്പൂരി താക്കൂർ ഫോർമുല എന്നത് സമത്വത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഒക്കെ പ്രതീകമായി. അപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നോക്കുകയാണെങ്കിൽ അതും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ദരിദ്രരും പിന്നോക്കക്കാരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ ലഭ്യമാകാൻ കർപ്പൂരി താക്കൂർ പ്രയത്നിച്ചു. മെട്രിക്കുലേഷൻ വരെയുള്ള പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഒരു നിർബന്ധിത വിഷയമല്ലാതാക്കി അദ്ദേഹം മാറ്റി. പ്രൈമറി, മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കി. പിന്നോക്ക പ്രദേശങ്ങളിൽ നിരവധി സ്കൂളുകളും കോളേജുകളും തുറന്നു. അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകി. ജാതിയോ വരുമാനമോ പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം മനസ്സിലാക്കിയത് ഈ മദ്യ ഉപഭോഗമാണ് അവിടെ ആളുകളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് അത്തരമൊരു നീക്കത്തിന് അദ്ദേഹം തയ്യാറെടുത്തത്. അപ്പോൾ സത്യസന്ധത, ലാളിത്യം, ജനങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന ഒരു രാഷ്ട്രീയം, അതൊക്കെയായിരുന്നു കർപ്പൂരി താക്കൂറിൻ്റെ ഒരു രാഷ്ട്രീയ മോഡൽ. അതുകൊണ്ട് അദ്ദേഹത്തെ ജൻനായക്, ജനങ്ങളുടെ നേതാവ് എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഏതായാലും മോദി ഈ പാരമ്പര്യം ഉയർത്തിപ്പിടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് നേരത്തെ തന്നെ വിമർശനം ആരംഭിച്ചു. ആദ്യമെത്തിയത് ജയറാം രമേശാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ ഈ കർപ്പൂരി താക്കൂറിനെ പ്രധാനമന്ത്രിയും NDAയും ഉയർത്തിപ്പിടിക്കുമ്പോൾ ജയറാം രമേശ് പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നൊരു രീതിയുമായി മുന്നോട്ട് വന്നു. RSSും ജനസംഘവും അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരുന്നു എന്നാണ്, അത് അധിക്ഷേപത്തിന് വിധേയനാക്കി എന്നാണ് ജയറാം രമേശിൻ്റെ ആരോപണം. പ്രധാനമന്ത്രിയുടെ സംസ്ഥാന സന്ദർശന വേളയിൽ അദ്ദേഹം 3 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിലൊന്ന് 1979 ഏപ്രിലിൽ അന്നത്തെ മുഖ്യമന്ത്രി OBCകൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ജനസംഘം ബീഹാറിൽ കർപ്പൂരി താക്കൂറിൻ്റെ സർക്കാരിനെ താഴെയിറക്കി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആരോപണം. അതൊരു വസ്തുതയല്ലേ എന്ന് ജയറാം രമേശ് ചോദിക്കുന്നു. അന്ന് RSSും ജനസംഘം നേതാക്കളും ഏറ്റവും മോശമായ അധിക്ഷേപത്തിന് കർപ്പൂരി താക്കൂറിനെ വിധേയനാക്കിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതോടൊപ്പം 2024 ഏപ്രിൽ 28 ജാതി സെൻസസ് ആവശ്യപ്പെട്ടവരെ നഗര നക്സലൈറ്റുകൾ എന്ന് വിളിച്ച് പരിഹസിച്ച കാര്യം ജയറാം രമേശ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പാർലമെൻറ്റിലും സുപ്രീം കോടതിയിലും ഒക്കെ മോദി സർക്കാർ ജാതി സെൻസസ് നടത്താൻ വിസമ്മതിച്ചു, ജാതി സെൻസസ് നിരസിച്ചു. ഇതൊക്കെ ഒരു വസ്തുതയല്ലേ? അപ്പോൾ ബീഹാറിൽ സംവരണത്തിന് വലിയ പാത തുറന്ന കർപ്പൂരി താക്കൂറിനെ എങ്ങനെ BJPക്ക് ഉയർത്തിപ്പിടിക്കാനാകും എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. ഏതായാലും ബീഹാറിലെ പട്ടികജാതി, പട്ടികവർഗ, OBC, EBC വിഭാഗങ്ങൾക്ക് 65% സംവരണം വേണം എന്നൊരു നിലപാടിന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംരക്ഷണം നൽകാൻ
BJP സർക്കാർ NDA സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊരാക്ഷേപം കൂടി ജയറാം രമേശ് മുന്നോട്ട് വയ്ക്കുകയാണ്. മാത്രമല്ല 1994 സെപ്റ്റംബറിൽ തമിഴ്നാടിന് സമാനമായ ഒരു നിയമം വന്നപ്പോൾ അതിന് കോൺഗ്രസ് പിന്തുണ നൽകി എന്ന കാര്യം ജയറാം രമേശ് പറയുകയാണ്. അപ്പോൾ ഇത് കർപ്പൂരി താക്കൂറിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. ജൻനായകിൻ്റെ ആ ഒരു ഓർമ്മയിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്ന ചോദ്യമാണ് ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നത്. മനു ഭരത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം നവംബർ 1 മുതൽ നടപ്പാക്കും. സംസ്ഥാനത്തെ എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോടും തയ്യാറാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് SIR നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്നും ബംഗാൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ലൈംഗിക പീഡനത്തിനിരയായ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥൻ 4 തവണ ശാരീരിക പീഡനത്തിനിരയാക്കിയെന്ന് കൈപ്പത്തിയിൽ എഴുതിവെച്ച ശേഷമാണ് ഡോക്ടർ ജീവനൊടുക്കിയത്. സംഭവത്തിന് പിന്നാലെ ആരോപണ വിധേയനായ സബ് ഇൻസ്പെക്ടർ ഗോപാൽ ബത്നയെ സസ്പെൻഡ് ചെയ്തു. അതേസമയം ഡോക്ടറുടെ ആത്മഹത്യയിൽ മഹായുതി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് BJP സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ തുടരുന്നു. സ്വർണ്ണ മോഷണത്തിൽ നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഈ ഉപരോധ സമരത്തിന്റെ ഭാഗമാണ്. കനത്ത മഴയും നനഞ്ഞാണ് നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കുന്നത്. സാരംഗ് സുധാകരൻ അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. ഇന്നലെയാണ് സെക്രട്ടേറിയറ്റ് വളയലും ഈ രാപ്പകൽ സമരവും BJPയുടെ ആരംഭിച്ചത്. ഇന്നും അത് തുടരും എന്നുള്ളതാണ് സാഹചര്യം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന പ്രതിഷേധമാണ് പുരോഗമിക്കുന്നത്. സാരംഗ് സുധാകരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, എങ്ങനെയാണ് ഈ ഉപരോധ സമരം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയ ഈ ഒരു പ്രതിഷേധം കനത്ത രീതിയിൽ തുടരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം ഇതിനു മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് നടത്തിയതുപോലെ തന്നെയുള്ള ഈ ഒരു സെക്രട്ടേറിയറ്റ് മുഴുവൻ വളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതായത് 3 ഗേറ്റും സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റും തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക്. പക്ഷേ പോലീസ് എല്ലാവിധ സന്നാഹങ്ങളോടും കൂടിയാണ് ഇപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഇവിടെ നിൽക്കുന്നത്. മാത്രമല്ല നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് പോലും ഇങ്ങോട്ടെത്താൻ ഉള്ള വഴികൾ എല്ലാം അടച്ചുകൊണ്ട്, അതായത് ഈ ഒരു സമര ഗേറ്റ് ഒഴികെ മറ്റൊരു ഗേറ്റും ഇപ്പോൾ സമരക്കാർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ പോലീസ് അടച്ചു വെച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു സ്വർണ്ണക്കൊള്ള വിഷയം കൂടുതൽ രാഷ്ട്രീയ തരത്തിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള മുതിർന്ന നേതാക്കളടക്കം ഇവിടെ മഴയത്ത് ഇത്തരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള കാഴ്ചകൾ ഈ ഒരു സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് അത്ര പരിചിതമല്ലാത്ത ഒന്നാണ്. ഈ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം അത് ഈ സർക്കാരിനെതിരെയുള്ള ഈ ഒരു വലിയൊരു പ്രതിഷേധമായി മാറാൻ ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ വളരെയധികം ഇത്തരത്തിലുള്ള പ്രവർത്തകരെത്തിയിട്ടുണ്ട്. ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം, അതായത് രാവിലെ 9 മണി 10 മണിയാണെങ്കിൽ കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടുകൂടി ഈ ഒരു സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക്, അതായത് ഈ ഒരു ഭരണ സംവിധാനങ്ങൾ സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി അടക്കം അർദ്ധരാത്രി 1 മണി 2 മണി വരെയും ഈ ഒരു പ്രവർത്തകർ ഉറങ്ങാതെ തന്നെ ഇതിനു മുമ്പ് എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല ഇന്ന് വൈകുന്നേരമാകുന്നതോടുകൂടി ഇതിൽ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തും. ഇത് ഈ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കൂട്ടുക, അതായത് ഉദ്യോഗസ്ഥ തലത്തിലേക്ക് അടക്കം ഇത്തരത്തിലുള്ള ഒരു കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങിയതുകൊണ്ട് തന്നെ ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം. മാത്രമല്ല ഇത് ദേശീയ തലത്തിലേക്ക് ഉയർത്തുക എന്നൊരു കൃത്യമായ ഒരു
നിർദ്ദേശവും കൂടി ഇതിൽ ബിജെപിയുടെ ഭാഗത്തുണ്ട്. രാഷ്ട്രപതി ഇത്തരത്തിൽ കേന്ദ്രത്തിലടക്കം ഈ ഒരു കൃത്യമായ ഒരു നിർദ്ദേശം ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥലത്തിൽ അറസ്റ്റുണ്ട്. മാത്രമല്ല അന്വേഷണ സംഘം രാഷ്ട്രീയ തലത്തിലേക്ക് ഉന്നതിലേക്ക് അടക്കം എത്താനുള്ള സൂചനയുണ്ട്. അതിൽ വിശ്വാസ സമൂഹത്തിന്റെ ഈ ഒരു ബിജെപിയുടെ നേതൃത്വം ഈ ഒരു വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുക, ഈ ഒരു കൃത്യമായി ജനങ്ങളിലേക്ക് എത്തുക എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നമുക്ക് കാണാൻ കഴിയും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രവർത്തകരുടെ കുറവാണെങ്കിലും കൂടുതൽ ഇത്തരത്തിൽ നമുക്ക് പ്രതികരണങ്ങൾ നോക്കാം. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് കൂടുതൽ സമരങ്ങളിലേക്ക്, അതായത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സ്തംഭിപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നടക്കുകയാണ്. തീർച്ചയായും ഇതൊരു സൂചന മാത്രമാണ്. ഇന്നത്തെ ഈ സമരം എന്ന് പറയുന്നത് നമ്മുടെ തുടക്കം മാത്രമാണ്. ഇത് വഴിയോരങ്ങളിലേക്ക് വ്യാപിക്കും. പിണറായി വിജയനെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും താഴെ ഇറക്കുന്നത് വരെ ഈ സമരം ബിജെപി തുടരുന്നതാണ്. സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തീർച്ചയായും അതിന്റെ കാര്യങ്ങൾ പാർട്ടിയുടെ ചുമതലപ്പെട്ടവരെ സംസാരിക്കും. ഇതിനുശേഷം കൂടുതൽ പ്രവർത്തകർ എത്തുമോ? കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക് എത്തുമോ? എത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് കൃത്യമായി സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഗേറ്റുകളും അടച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് സാരമില്ല. പോലീസ് എപ്പോഴും ഞങ്ങളുടെ പ്രതിഷേധത്തിനെതിരായിട്ടേ നിന്നിട്ടുള്ളൂ. അവരുടെ പോലീസാണ്, പിണറായിയുടെ പോലീസാണ്. അത്തരത്തിലാണ് ഇതിന് പോലീസ് സംവിധാനങ്ങൾ ഒന്നും വകവയ്ക്കാതെ ഇത്തരത്തിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുതിർന്ന നേതാക്കൾ അധികം വൈകാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുക? രാപ്പകൽ സമരമാണ്. പിണറായി സർക്കാർ രാജിവെക്കുന്നതിന് വരെ ഞങ്ങൾ ഈ സമരവുമായിട്ട് മുൻപോട്ട് പോകും. ശബരിമല കൊള്ളയടിക്കാൻ ഇനി സമ്മതിക്കുന്നു. കൃത്യമായി ഉന്നതരിലേക്ക് അടക്കം എത്തുന്ന തരത്തിലേക്ക് അന്വേഷണം എത്തണമെന്നാണ് ആവശ്യം. അതുവരെ ഞങ്ങൾ സമരവുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഓരോ പ്രവർത്തകരും കൃത്യമായി ഊർജ്ജസ്വലരായിട്ടാണ് നിൽക്കുന്നത്. ഇത്രയും നേരത്തെ തന്നെ ഈ ഒരു പ്രക്ഷേപണം നടത്തുക എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അത്ര പരിചിതമല്ലാത്തൊരു കാര്യമാണ്. മാത്രമല്ല ഇപ്പോൾ പ്രവർത്തകർ കുറവാണെങ്കിലും ഈ ഒരു പോലീസ് സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൂടുതൽ പ്രവർത്തകർ എത്തിക്കുമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ സെക്രട്ടേറിയറ്റ് ഒരു കേരളമുടനീളമുള്ള പ്രവർത്തകർ, പല ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ഇങ്ങോട്ട് എത്തുമെന്നും സൂചനയുണ്ട്. ഇത് ഈ ഒരു പ്രക്ഷോഭം അത് സ്വർണ്ണക്കൊള്ളയിൽ ബിജെപിയുടെ അടുത്ത നീക്കമായിട്ടാണ് മുഴുവനായി കണക്കാക്കുന്നത്. ദേശീയ ശ്രദ്ധ ആകർഷിക്കുക മാത്രമല്ല രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിക്കുക. ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബു അടക്കം അറസ്റ്റ് ചെയ്ത് കൂടുതൽ അറസ്റ്റിലേക്ക് തൊട്ടടുത്ത ദിവസം കടക്കുമെന്ന് പറയുന്നു. അതെല്ലാം ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേട്ടമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ്, അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു വേളയിൽ ഇത്തരത്തിൽ പ്രതിഷേധത്തിന് കിട്ടിയ ഒരു അവസരം ബിജെപിയുടെ ഒരു ശക്തി പ്രകടനത്തിനുള്ള വേദി കൂടിയാക്കി മാറ്റുകയാണ് പാർട്ടി എന്നുകൂടി മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായും. കാരണം ഈ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. മറ്റ് മുൻപുള്ളതിനേക്കാൾ ഏറെ കോർപ്പറേഷൻ ഇത്തവണ പിടിച്ചെടുക്കാമെന്നൊരു പ്രതീക്ഷ ഈ ഒരു ബിജെപി നേതൃത്വത്തിനുണ്ട്. ഈ ഒരു കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് നേടുന്നതിനേക്കാൾ ഈ ഒരു നഗരസഭ പിടിക്കുക എന്നാണ് ബിജെപിയുടെ വളരെ വലിയൊരു ആവശ്യം. അതുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധം അവരുടെ വലിയൊരു ആവശ്യമാണ്, ശക്തിപ്രകടനമാണ്. ഇതിൽ കൃത്യമായി സർക്കാരിനെതിരെ നിലപാട് സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല വിശ്വാസ സമൂഹത്തെ കൂടെ നിർത്താനും വേണ്ടിയാണ് ഈ ഒരു പ്രക്ഷോഭം എന്ന കാര്യം തീർച്ചയാണ്. ഇതിനൊപ്പം തന്നെ ഈ ഒരു അന്വേഷണത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ട്. അതായത് ഇടത് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഈ ഒരു കൊള്ള കൂടുതൽ ഉന്നതരിലേക്ക് എത്തണമെന്നൊരു ആവശ്യമുണ്ട്. അത് കേരളത്തിലുടനീളമുള്ള വിശ്വാസ സമൂഹത്തെ ഇത്തരത്തിൽ കൂടെ നിർത്താനുള്ള ഒരു ശ്രമവും ഒപ്പം വരുന്ന കോർപ്പറേഷൻ മാർച്ചിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്ന ഒരു ആവശ്യം കൂടി, ഒരു ലക്ഷ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രക്ഷോഭം നടക്കുന്നത്. ഇപ്പോൾ ഉന്നത നേതാക്കൾ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് കഴിയുന്നതോടുകൂടി മുതിർന്ന നേതാക്കളടക്കം എല്ലാ നേതാക്കളും സ്ഥലത്തേക്ക് എത്തും. ഈ ഒരു സമര ഗേറ്റിൽ നിന്നും മറ്റ് 2 ഗേറ്റിലേക്ക്, മറ്റ് 3 ഗേറ്റിലേക്കും ഈ ഒരു സമരം വ്യാപിപ്പിക്കും. ഒരു വലിയൊരു പ്രക്ഷോഭമാണ് തലസ്ഥാനത്തേക്ക് കാത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികൂല കാലാവസ്ഥയാണ്. ഇന്നലെ മുതൽ തന്നെ കനത്ത മഴയാണ് തലസ്ഥാനത്തും തെക്കൻ ജില്ലകളിൽ മുഴുവൻ. ആ മഴയെ വകവെച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഇവിടെ തുടരുന്നു. മുതിർന്ന നേതാക്കൾ, അതായത് സംസ്ഥാന അധ്യക്ഷനടക്കം ഇവിടെ തുടരുന്നു. അത് ഈ ഒരു സമരത്തിന് കൂടുതൽ പ്രചോദനം ഏകിയിട്ടുണ്ട്. തുടർന്നായിരുന്നു പ്രവർത്തകർ ഇവിടെ മുഴുവൻ അർദ്ധരാത്രി മുഴുവൻ പുലർച്ചെ വരെ ഈ സമയം വരെ ഇവിടെ നിന്നും മാറാതെ സമര ഗേറ്റിന് മുൻപിൽ പ്രതിഷേധം ഉപരോധിച്ചുകൊണ്ട് നടക്കുന്നത്. ഇനി ഈ ഒരു സമരം
എങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കും എന്നതാണ് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ രൂപവും ഭാവവും മാറുന്നു എന്ന കാര്യം ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം പോലീസ് വളരെ കൃത്യമായി സുരക്ഷ ഒരുക്കിയിരിക്കുന്നുണ്ട്. ഒരു ഗേറ്റ് വഴിയും പ്രവർത്തകരെയോ വാഹനങ്ങളെയോ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റൊരാരെയും സെക്രട്ടേറിയറ്റിന്റെ മറ്റൊരു പരിസരത്തേക്കും അവർ എത്താൻ സമ്മതിക്കുന്നില്ല. രാവിലെ തന്നെ വലിയൊരു പോലീസ് സന്നാഹം ഇത്തരത്തിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുമായ കൂടുതൽ ഈ ഒരു ഒന്നും തള്ളും, അതായത് വലിയൊരു സംഘർഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുതന്നെയാണ് BJP നേതൃത്വത്തിന്റെ ആവശ്യവും. ഇവിടെ ഒരു വലിയൊരു രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക്, അതായത് ഒരു ഭരണ സംവിധാനത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടം കൊയ്യുക മാത്രമല്ല ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിലും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്, കോർപ്പറേഷൻ, ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരെ ഈ ഒരു പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട BJP നേതൃത്വത്തിന്റെ ലക്ഷ്യം എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. ഇതിനൊപ്പം തന്നെ പ്രവർത്തകരെ കൂടെ നിർത്തുക, ശക്തമായി പ്രവർത്തകർ കൂടെയുണ്ട് എന്ന കാര്യം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുക. അതായത് നേതൃത്വം ഈ ഒരു വിഷയത്തിൽ പിന്നോട്ടില്ല എന്നൊരു ഉറപ്പുകൂടി പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ കൂടിയുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആര്യ, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് BJP സംഘടിപ്പിക്കുന്ന രാപ്പകൽ സെക്രട്ടേറിയറ്റ് ധർണ തുടരുകയാണ്. സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അവിടെ നിന്ന് ചേർന്നത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ക്ഷേത്ര ദർശനം നടത്തി തമിഴ് സിനിമാ താരം അജിത് കുമാറും ഭാര്യ ശാലിനിയും മകനും. പാലക്കാട് പെരുവെമ്പ് ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് അജിത് കുമാറും കുടുംബവും ദർശനം നടത്തിയത്. ശാലിനി തന്നെയാണ് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. അനുഗ്രഹപൂർണമായ ഒത്തുചേരലിന്റെ ദിവസം എന്ന കുറിപ്പോടെയാണ് ക്ഷേത്രസന്നിധിയിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം പോസ്റ്റ് ചെയ്തത്. മദ്യലഹരിയിൽ പോലീസുകാരൻ ഓടിച്ച വാഹനമിടിച്ച് അപകടം. കട്ടപ്പന കാഞ്ചിയാറിന് സമീപം ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് സംഭവം. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ ഗ്രേഡ് SI ബിജുമോൻ ഓടിച്ച കാറാണ് മറ്റൊരു കാറിലും 2 ബൈക്കുകളിലും ഇടിച്ച് അപകടമുണ്ടായത്. സംഭവത്തിൽ കാൽനടയാത്രക്കാരൻ കാഞ്ചിയാർ സ്വദേശി സണ്ണിക്കും പരിക്കേറ്റു. സണ്ണിയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. നാട്ടുകാരന് പരിക്കേറ്റത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. സംഭവത്തിൽ പ്രതിഷേധിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെയും വാഹനവും നാട്ടുകാർ തടഞ്ഞുവെച്ചു. കട്ടപ്പന പോലീസ് എത്തി ഇയാളെ പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. മദ്യപിച്ച് അപകടകരമായി വാഹനം ഓടിച്ചതിന് കട്ടപ്പന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർച്ചയായ ഛർദിലിനെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തി മരണത്തിന് കീഴടങ്ങിയ അധ്യാപിക അശ്വതിയുടെ മരണത്തിൽ വിവാദങ്ങൾ തുടരുകയാണ്. യുവതിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകും. സംഭവത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരാമർശിച്ചുകൊണ്ടുള്ള വീഡിയോ പോസ്റ്റാണ് ബന്ധുക്കളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം പുനലൂർ കോട്ടുവട്ടം നിരപ്പിൽ പുത്തൻ വീട്ടിൽ 34 വയസ്സുള്ള അശ്വതിയെ തിങ്കളാഴ്ച 3 മണിയോടെയാണ് ഛർദിൽ രോഗത്തെ തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിക്കുന്നത്. ഉച്ചഭക്ഷണം കഴിഞ്ഞാണ് അശ്വതി കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതിനായി പോകുന്നത്. ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഛർദിൽ അനുഭവപ്പെട്ടു. കുട്ടികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഭർത്താവ് ശ്രീഹരി എത്തി പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സാധാരണ ഛർദിലാണെന്നും 1 മണിക്കൂറിനുള്ളിൽ വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് ഡോക്ടർ ചികിത്സ ആരംഭിച്ചു. ഗ്ലൂക്കോസ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമയം അതിലേക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകിയതോടെ അശ്വതി അസ്വസ്ഥയാവുകയും ശരീരം ചൂടുപിടിക്കുന്നതായി പറഞ്ഞുവെന്നും ഭർത്താവ് ശ്രീഹരി പറയുന്നു. എത്ര വട്ടം അവരോട് പോയി പറഞ്ഞു, ഒന്ന് നോക്ക് ഡോക്ടറെ. അത് കഴിഞ്ഞ ആള് ബ്ലഡ് എടുക്കാൻ നോക്കുന്നു. 3 നേഴ്സുമാര് മാറി മാറി ഇഷ്ടം പോലെ കുത്തി. എന്നിട്ട് ഇവർ നമുക്ക് കാണുമ്പോൾ അറിയാം ആളുടെ ബ്ലഡ് എന്തോ ഇതായി, ആ ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴത്തേന് എന്തോ കോളുമായി എന്നറിയാം. എന്നിട്ട് പോലും ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ വന്ന് ഇതിനെ ഒന്ന് കൊണ്ട് കയറ്റാനോ ICU രാശി മരിച്ചിട്ട് ഇവരെന്തിനാ ICU കൊണ്ട് കയറ്റി.
പെട്ടെന്ന് ശരീരം വിറയ്ക്കുകയും ചുണ്ടുകൾ നീലനിറത്തിലാവുകയും ചെയ്തു. ഈ സമയം ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട്. അരമണിക്കൂറോളം കഴിഞ്ഞാണ് ഡോക്ടർ എത്തിയതെന്നും പിന്നീട് നടന്നതെല്ലാം നാടകീയമായിരുന്നുവെന്നും സഹോദരൻ പറഞ്ഞു. ഈ അനാസ്ഥയ്ക്കുള്ള കാരണത്തിന് ആദ്യത്തെ വ്യക്തി ഈ സീനിയർ നേഴ്സാണ്. അദ്ദേഹത്തിന്റെ ചുമതലയിൽ പരിശോധന ചെയ്യേണ്ടതും ബ്ലഡ് എടുക്കേണ്ടതും പൾസ് ചെക്ക് ചെയ്യാൻ പറയാം, പൾസ് ചെക്ക് ചെയ്യാനുള്ളത് ചെക്ക് ചെയ്ത് നോക്കാനോ ചുണ്ട് കറുത്തിരുന്നിട്ട് അത് ഡോക്ടറെ അറിയിക്കാനോ അവർ ചെയ്തില്ല. അവർ ആ റൂമിൽ ഇല്ലായിരുന്നു. അവർ വേറെ എവിടുന്ന് ഓടി വന്നിട്ട് അവരും സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്തത്. മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയില്ലെന്നും ആരോപണമുണ്ട്. പിന്നീട് അശ്വതിയെ ICUവിലേക്ക് മാറ്റി. ഒടുവിൽ പോലീസ് എത്തിയാണ് ബന്ധുക്കളോട് അശ്വതി മരിച്ചെന്ന വിവരം അറിയിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ റിക്കവർ ചെയ്യും, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അത് പറ്റത്തില്ല, അവർ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് കണ്ടീഷനിൽ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആൾക്കാർ വരുന്നത് ഈ കൊച്ചിയെ എടുത്ത് പൊക്കിയെടുത്ത് അപ്പുറത്തെ റൂമിനകത്തിട്ട് CPR കൊടുക്കാൻ പോയി. എന്നിട്ട് അവർ ഓക്സിജൻ കൊടുക്കാനോ ICU കൊണ്ടുപോകാനോ അവർ തയ്യാറല്ല. കാരണം ICUവിൽ ഡോക്ടറില്ല, ICUവിൽ അതിന്റെ വേണ്ടുന്ന ആൾക്കാരില്ല, ഒരു മനുഷ്യനോടില്ല. യുവതിയുടെ മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. എന്നാൽ മരണകാരണം അശ്വതിയുടെ വയറ്റിൽ അടിഞ്ഞുകൂടിയിരുന്ന പഴുപ്പാണെന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ആശുപത്രി സൂപ്രണ്ട് പ്രചാരണം നടത്തിയത്. തലകറക്കവും ഛർദിലും മാത്രമായിട്ടാണ് രോഗി വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡയഗ്നോസ് ചെയ്യാൻ വളരെ വളരെ പാടാണ്. ശരിക്കും ഗുരുതരമായ അസുഖം അത് 1-2 ദിവസം കൊണ്ടല്ല, കുറേ നാളായിട്ട് രോഗിക്ക് ഈ രോഗാവസ്ഥ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അറിയാതെ പോയി, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും മറ്റ് ജീവിത തിരക്കുകൾക്കിടയിൽ വൈദ്യസഹായം തേടാതെ പോയി. അതായിരിക്കാം രോഗം ഇത്രമാത്രം മൂർച്ഛിക്കാനുണ്ടായ കാരണം. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 പുനലൂർ. ഒരു കുളം നവീകരണമാണ് മലപ്പുറം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദം. ഏറെക്കാലമായി ഉപയോഗശൂന്യമായി നാശോന്മുഖമായി കിടന്നിരുന്ന അൽപ്പാക്കുളം നവീകരണത്തിന് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതാണ് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. കാണാം റിപ്പോർട്ട്. 55 ലക്ഷം രൂപയാണ് കേന്ദ്രത്തിന്റെ PMKSY, അതായത് പ്രധാനമന്ത്രി കൃഷി സംചാൻ യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അങ്ങാടിപ്പുറം അൽപ്പാക്കുളം നവീകരണത്തിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയത്. അങ്ങാടിപ്പുറം ഡിവിഷൻ അംഗം ഇടതുപക്ഷമായതുകൊണ്ട് CPM അനുഭാവികളും ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആയതുകൊണ്ട് UDFകാരും ബ്ലോക്ക് പഞ്ചായത്തിന് പണം അനുവദിച്ചത് കേന്ദ്രമായതുകൊണ്ട് BJPക്കാരും കുളത്തിനടുത്ത് ഫ്ലക്സുകൾ വച്ചു. എല്ലാവർക്കും പറയാൻ അവരുടേതായ ന്യായീകരണങ്ങളും വിശദീകരണങ്ങളുമുണ്ട്. പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ പങ്ക് പരാമർശിക്കുന്ന ഒരു വാക്കുപോലും ഉൾപ്പെടുത്താതെ ഇടത് വലത് മുന്നണികൾ ഫ്ലക്സ് വെച്ച സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കി മറ്റൊരു ഫ്ലക്സ് വെച്ചതെന്നാണ് വാർഡ് മെമ്പർ കൂടിയായ BJP ജില്ലാ ജനറൽ സെക്രട്ടറി B രതീഷ് പറയുന്നത്. കേന്ദ്രത്തിന്റെ ഒരു സഹായമുണ്ട് എന്നുള്ളത് പല വേദികളിലും ബ്ലോക്ക് പ്രസിഡന്റ് പ്രസംഗിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ സഹായം കൊണ്ടാണ് ഇത്തവണ ബ്ലോക്കിൽ ധാരാളം വികസനം കൊണ്ടുവരാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ആണെങ്കിൽ ഒരു തരത്തിലുള്ള വികസനവും കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പല വേദികളിൽ അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലെക്സ് വെക്കുന്നതിൽ യാതൊരു താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ജനങ്ങൾ അറിയണമല്ലോ, ഇത്രയും ശതമാനം ഫണ്ട് കേന്ദ്രത്തിന്റെ ആണെന്ന് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളതുകൊണ്ട് മാത്രമാണ് വെച്ചത്. എന്നാൽ ഇടതുപക്ഷത്തിന് അഭിവാദ്യമർപ്പിച്ച് ദേവസ്വം ജീവനക്കാർ വെച്ച ഫ്ലക്സും UDF നേതൃത്വത്തെ അഭിനന്ദിച്ച് പൗരസമിതി വെച്ച ഫ്ലക്സുമല്ല, നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വെച്ച ഫ്ലക്സാണ് വിവാദമാകുന്നത് എന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ CPM അംഗം ദിലീപിന്റെ വിശദീകരണം. നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡ് 13 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങാടിപ്പുറം ഡിവിഷനിലും പുഴക്കാട്ടിരിയും എല്ലാം തന്നെ ഈ ഫണ്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഡിവിഷനിലാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചിട്ടുള്ളത്. ആ തുക ചെലവഴിച്ചിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് മുമ്പിലൊന്നും തന്നെ നന്ദി മോദിജി എന്ന് പറയുന്ന ബോർഡുകൾ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. അൽപ്പാക്കുളത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു ബോർഡ് വരാനുള്ള കാരണം അത് രാഷ്ട്രീയ താല്പര്യമാണ്. അത് അനാവശ്യമായിരുന്നു, അത് ആവശ്യമില്ലാത്തതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിന് രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകാതെ നാടിന് വരുന്നൊരു വികസനത്തെ എല്ലാവരും ഒരുമിച്ച് ഐക്യത്തോടു കൂടി ചെയ്തു തീർക്കുക, നാടിന് സമർപ്പിക്കുക എന്ന രീതിയിലേക്ക് പോകാമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മുസ്ലിം ലീഗ് നേതാവായ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫയ്ക്ക് ഫ്ലക്സ് വിവാദത്തിൽ പറയാനുള്ളത് ഇതാണ്. ഈ പറഞ്ഞ മാമാങ്കം, അതായത് ഈ ഫ്ലക്സിൻ്റേതായിട്ടുള്ള വിവാദങ്ങളും മറ്റു കാര്യങ്ങളും നോക്കിക്കാണുമായിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രവൃത്തി ഉദ്ഘാടനം വെക്കുന്നതിൻ്റെ തലേന്നോ അല്ലെങ്കിൽ വളരെ നേരത്തെയോ ഫ്ലക്സ് ഒരുക്കി വെച്ച് ആ വർക്ക് ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് രാത്രി മറ്റാരേക്കാളും മുമ്പേ എനിക്കത് ചെയ്യാമായിരുന്നു. അത് ഞാൻ ചെയ്യാത്തത്
അത് ആ കുളത്തിനോടും അതുപോലെ തന്നെ ആ പ്രോജക്റ്റ് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യലായിരിക്കും എന്നതുകൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് തൽക്കാലം മാറി നിന്നത്. നവീകരണം, സൗന്ദര്യവൽക്കരണം തുടങ്ങി 3 ഘട്ടങ്ങളിൽ ആയിട്ട് 1.5 കോടി രൂപയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അൽപ്പാക്കുളം പുനരുദ്ധാരണത്തിന് ചെലവാക്കുന്നത്. ഇതിൽ ആദ്യഘട്ടത്തിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. നടൻ ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആൾ കസ്റ്റഡിയിൽ. മലപ്പുറം സ്വദേശി അഭിജിത്താണ് പിടിയിലായത്. രാത്രി 12 മണിയോടെയാണ് ഇയാൾ ആലുവ കൊട്ടാരക്കടവിലെ വീട്ടിൽ കയറിയത്. അഭിജിത്ത് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ നൽകും. നവമി, എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം? എന്നാലും എന്തുകൊണ്ടാണ് ഇയാൾ ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതെന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആലുവ കൊട്ടാരക്കടവിലെ വീട്ടിലായിരുന്നു രാത്രി 12 മണിയോടെ മദ്യലഹരിയിലെത്തിയ മലപ്പുറം സ്വദേശിയായ അഭിജിത്ത് ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ചത്. എന്തായാലും വീട്ടിൽ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായി ഇടപെട്ട് ആലുവ പോലീസിനെ വിളിച്ചറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായി എന്താണ് ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാനുള്ള കാരണം എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇയാൾ അമിതമായ മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. യെസ്, നവമി ദിനേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആളെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് പോലീസ്. മലപ്പുറം സ്വദേശി അഭിജിത്താണ് പിടിയിലായത്. രാത്രി 12 മണിയോടെയായിരുന്നു ഈ സംഭവം. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. കോതമംഗലം കോട്ടപ്പടിയിൽ വനത്തിനോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ കാട്ടാനക്കൂട്ടമെത്തി. കൂവക്കുണ്ടം മുട്ടത്തുപാറ റോഡിലാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടെ 6 ആനകൾ എത്തിയത്. പടക്കം പൊട്ടിച്ച് തുരത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. പൗലോസ് എന്ന കർഷകന്റെ വാഴകളും പ്രദേശവാസിയായ മനോജിന്റെ പറമ്പിലെ ഫെൻസിങ്ങും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. രാത്രിയോടെ എത്തിയ വനപാലകർ ആനകളെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ കല്ലുമല ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. പാലക്കാട് നെല്ലിയാമ്പതിയിൽ ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ കുരങ്ങന്മാരെ മാറ്റാൻ നടപടിയാകുന്നു. മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയിൽ നൽകിയ അപേക്ഷയിലാണ് ഡിഎഫ്ഒയുടെ ഇടപെടൽ. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന ഇടങ്ങളിലൊന്നാണ് നെല്ലിയാമ്പതി. വന്യമൃഗങ്ങൾ നിറയുന്ന പ്രദേശം ആയിരക്കണക്കിന് ആളുകൾക്ക് ഉല്ലാസം നൽകുന്നുണ്ടെങ്കിലും നെല്ലിയാമ്പതി നിവാസികൾക്ക് വന്യമൃഗങ്ങൾ വലിയ ദുരിതമാണ്. കാട്ടുപന്നിയും പുലിയും ആനയുമൊക്കെ ഇവരെ ദിവസവും എത്തി പേടിപ്പെടുത്തുകയാണ്. കുരങ്ങന്മാരുടെ ശല്യം വേറെ. കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നടന്നുപോയാൽ കുരങ്ങന്മാർ ആക്രമിക്കും. വീട്ടിൽ സൂക്ഷിച്ചാൽ ഓടിളക്കി മാറ്റി ഇവ ഭക്ഷിക്കും. ശല്യം കടുത്ത സാഹചര്യത്തിലാണ് ഡിഎഫ്ഒയുടെ ഇടപെടൽ. ജനവാസ മേഖലയ്ക്ക് ഭീഷണിയായ കുരങ്ങന്മാരെ മാറ്റാൻ അടിയന്തര നടപടിയാണ് തേടുന്നത്. മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരണ തീവ്രയജ്ഞ പരിപാടിയിൽ നാഷണൽ ജനതാദൾ നെല്ലിയാമ്പതി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി VS പ്രസാദ് നൽകിയ ഹർജിയിലാണ് നടപടിയുണ്ടായത്. നെല്ലിയാമ്പതിയിൽ കുരങ്ങന്മാരുടെ ശല്യം ഇപ്പോൾ ഈ കടകളുടെ മുമ്പിൽ ഈ സാധനങ്ങളുള്ളത് തന്നെ കുരങ്ങ് തക്കം പാത്രയിരിക്കുകയാണ്. ഏത് സമയത്തും ആൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം എടുക്കാനാണ് അവിടെ ഇരിക്കുന്നത്. പുലിയമ്പറ, കൈകാട്ടി, നൂറടി, പാടഗിരി പ്രദേശത്തെ വീടുകളിലും കടകളിലും വ്യാപകമായാണ് കുരങ്ങന്മാർ ഭക്ഷണ സാധനങ്ങൾ നശിപ്പിക്കുന്നത്. മേഖലയിൽ നിന്നും കുരങ്ങന്മാരെ മാറ്റാൻ നടപടി സ്വീകരിച്ചാൽ ജനങ്ങൾക്കും തൊഴിലാളികൾക്കും വലിയ ആശ്വാസമാകും. ന്യൂസ് 18 പാലക്കാട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം കണ്ടെത്തി. ബെല്ലാരിയിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന വിറ്റ സ്വർണമാണ് ഇത്. ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കിട്ടിയത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, വളരെ നിർണായകമായ ഒരു നീക്കം, ഒരു ഘട്ടമാണ് ഈ അന്വേഷണത്തിൽ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ ശബരിമലയിലെ സ്വർണ്ണപ്പാണികളിൽ ഉണ്ടായിരുന്ന 400 ഗ്രാമിലധികം സ്വർണമാണ് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയുടെ ഭാഗത്തു നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആകെ 474 ഗ്രാമിലധികം സ്വർണമായിരുന്നു ഈ സ്വർണ്ണപ്പാളികളിൽ ഉരുക്കിയതിൽ നിന്ന് മോഷണം പോയത്.
അതിലെ 400 ഗ്രാം സ്വർണമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അന്വേഷണത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കമായി ഇത് മാറുന്ന സാഹചര്യമാണ്. ഗോവർദ്ധൻ എന്ന ജ്വല്ലറി ഉടമയ്ക്ക് ഇത് വിറ്റുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെ ഗോവർദ്ധനെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇയാളുടെ ബെല്ലാരിയിലുള്ള ജ്വല്ലറിയിൽ നിന്ന് 400 ഗ്രാമിലധികം സ്വർണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഈ നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നത്. 2 ആഴ്ചയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ നൽകിയത്. അതിൽ ഒരാഴ്ച കൂടി ഇനി ബാക്കിയാവുകയാണ്. ആ ഒരാഴ്ചക്കിടയിൽ ശബരിമല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിശദമായ തെളിവെടുപ്പിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിക്കും. അങ്ങനെയെങ്കിൽ ഈ തട്ടിപ്പിൽ പങ്കാളികളായ മറ്റുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായ പരിശോധനകളും തുടർ നീക്കങ്ങളും വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് വിവരം. യെസ്, ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ നിർണായകമായ ഘട്ടത്തിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റ സ്വർണം അത് കണ്ടെത്തിയിരിക്കുന്നു. ബെല്ലാരിയിൽ നിന്നാണ് ഈ സ്വർണം കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറിയിൽ നിന്നാണ് ഈ സ്വർണം SIT കണ്ടെത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ രാവിലെയിൽ കടക്കുന്നത് സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്കാണ്. കായംകുളം സ്വദേശി ആഷ്ന രാജന്റെ ജന്മദിനമാണിന്ന്. ആശംസകളുമായി ചേരുന്നത് മകൾ ഗായത്രി നാരായണൻ, ഭർത്താവ് നാരായണൻ എന്നിവരുമാണ്, ഒപ്പം മറ്റ് കുടുംബാംഗങ്ങളും. അപ്പോൾ ആഷ്നയ്ക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ ആഷ്ന. അപ്പോൾ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം കാണാം പോലീസ് പെട്രോൾ.